ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ് ഇളംകുളം. ഒരു സ്റ്റൈലിഷ് ബാത്റൂം ഒരു വീടിൻ്റെ ഭംഗി മാത്രമല്ല, അതിൻ്റെ വാല്യൂം ഉയർത്തും. എങ്കിൽ ആ വാല്യൂ നൽകാൻ തിരഞ്ഞെടുക്കേണ്ട പെർഫെക്റ്റ് ചോയ്സാണ് സെറ. കോട്ടയം ജില്ലയിലെ ഏറ്റവും വിശാലമായ സെറ സ്റ്റൈൽ ഗാലറി, സെറ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറായ സെന്റ് ആന്റണീസ് ട്രേഡേഴ്സിൽ സെറയുടെ ഏറ്റവും വിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഡ്രീം ബാത്റൂമിന് വേണ്ട എല്ലാ സെറ ലെക്സ് ഉൽപ്പന്നങ്ങളും ഇനി ഒരേയിടത്ത്. സെറ സ്റ്റൈൽ ഗാലറി, സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ്, നിയർ SNDP, ഇളംകുളം, കൂരാലി, കോട്ടയം. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പുതുപ്പള്ളിയിൽ ഹെറിറ്റേജ് കൾച്ചറൽ സെന്റർ വരുന്നു. പുതുപ്പള്ളിയുടെ ചരിത്രവും പൈതൃകവും സംരക്ഷിക്കും. ഓണനാളുകളിൽ നാട്. മഞ്ഞക്കാർഡുടമകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം തുടങ്ങി. ഓണാഘോഷ നിറവിൽ സ്കൂളുകൾ. KCEU കോട്ടയത്ത് ജോയിന്റ് രജിസ്ട്രാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ക്ഷേമ പെൻഷൻ വിതരണത്തിന് സഹകരണ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. വന്ദേമാതരം വിഭജന ചിന്തകളെ എതിർക്കാനെന്ന് മുൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ബംഗാൾ വിഭജന കാലത്ത് വന്ദേമാതരം ദേശീയ ഐക്യത്തിന്റെ പ്രതീകം. കോട്ടയത്ത് വന്ദേമാതരം സംഗമം. വാർത്തകൾ വിശദമായി. പുതുപ്പള്ളിയിൽ ഹെറിറ്റേജ് കൾച്ചറൽ സെന്റർ സ്ഥാപിക്കുന്നു. ചരിത്രവും പൈതൃകവും സംരക്ഷിച്ച് പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് സമഗ്ര പദ്ധതി. പുതുപ്പള്ളിയുടെ പൗരാണിക പാരമ്പര്യവും ചരിത്രവും സാംസ്കാരിക പൈതൃകവും ശാസ്ത്രീയമായി രേഖപ്പെടുത്തി സംരക്ഷിക്കുകയും വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതിനായി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിൽ ഹെറിറ്റേജ് കൾച്ചർ സെന്റർ സ്ഥാപിക്കുന്നതിന് തീരുമാനമായി. പുതുപ്പള്ളിയുടെ ചരിത്രപരമായ സംഭാവനകൾ ദേശീയ അന്തർദേശീയ തലത്തിൽ അടയാളപ്പെടുത്തുകയും നാടിന്റെ സാമൂഹിക, സാംസ്കാരിക, മതവിദ്യാഭ്യാസ, കലാ, കായിക, രാഷ്ട്രീയ മേഖലകളിലെ പൈതൃകം സമഗ്രമായി രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പുതുപ്പള്ളിയുടെ ചരിത്രം കേവലം ഓർമ്മകളിൽ ഒതുങ്ങാതെ രേഖപ്പെടുത്തുകയും സംരക്ഷിക്കുകയും പഠിക്കുകയും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നതിനുള്ള സ്ഥിരം സംവിധാനമാണ് ഹെറിറ്റേജ് കൾച്ചർ സെന്റർ വിഭാവനം ചെയ്യുന്നത്. പദ്ധതിയുടെ പ്രധാന ഘടകമായി പുതുപ്പള്ളി ഹെറിറ്റേജ് മ്യൂസിയം സ്ഥാപിക്കും. പുതുപ്പള്ളിയുടെ പൗരാണിക ചരിത്രം മുതൽ ആധുനിക കാലഘട്ടം വരെയുള്ള വിവിധ ഘട്ടങ്ങൾ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്നതിനൊപ്പം നാടിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ സംഭാവനകളും മ്യൂസിയത്തിൽ അടയാളപ്പെടുത്തും. മധ്യകേരളത്തിലെ പ്രധാന ശബരിമല ഇടത്താവളങ്ങളിലൊന്നായി പുതുപ്പള്ളിയെ വികസിപ്പിക്കുന്നതിനുള്ള സാധ്യതകളും വിശദമായി പരിശോധിക്കും. ശബരിമല തീർത്ഥാടകർക്ക് വിശ്രമിക്കാനും ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഭാവിയിൽ ഇവിടെ ഒരുക്കുന്നതിനും പദ്ധതിയുണ്ട്. ഇതുവഴി പുതുപ്പള്ളിയുടെ ചരിത്ര, സാംസ്കാരിക പൈതൃക സംരക്ഷണത്തോടൊപ്പം തീർത്ഥാടന ടൂറിസത്തിനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും പുതിയ സാധ്യതകൾ സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ചാണ്ടിയുമ്മൻ MLA പറഞ്ഞു. ഒരു ഹെറിറ്റേജ് മ്യൂസിയം പുതുപ്പള്ളിയുടെ തന്നെ ഒരു ടൂറിസം സാധ്യത കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഹെറിറ്റേജ് മ്യൂസിയവും അതിനോടനുബന്ധിച്ച് ഒരു ബേസ് ക്യാമ്പ്, ശബരിമലയിൽ പോകുന്ന ഭക്തർക്ക് ഒരു ബേസ് ക്യാമ്പ് കൂടി നിർമ്മിക്കാനുള്ള ഒരു ആലോചനയിലാണ് ഈ സമിതി ഉള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ അവിടുത്തെ പുനരുദ്ധാനത്തിനും പുതുപ്പള്ളിയിലെ സാംസ്കാരിക തനിമ വീണ്ടെടുക്കുവാൻ തക്കമുള്ള പുനരുദ്ധാനത്തിനും വേണ്ടി കൂടിയാണ് ഈ ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും പിന്തുണ ഈ ഒരു കാര്യത്തിന് ഉണ്ടാകണം അഭ്യർത്ഥിക്കുന്നു. പുതുപ്പള്ളി, പാമ്പാടി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശത്ത് ചരിത്ര പ്രാധാന്യവും പൈതൃക മൂല്യവും ഏറെയുള്ള വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തോട് ചേർന്നുള്ള പ്രദേശം കേന്ദ്രീകരിച്ചാണ് പദ്ധതിയുടെ പ്രാരംഭ ആലോചനകൾ നടക്കുന്നത്. ചരിത്രപരവും പുരാവസ്തുപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് ക്ഷേത്രവും പരിസരവും പുരാവസ്തു സംരക്ഷണ പരിധിയിലുള്ളതിനാൽ പ്രദേശത്തിന്റെ പൈതൃക സ്വഭാവം പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടായിരിക്കും പദ്ധതിയുടെ രൂപകൽപ്പനയും നിർവഹണവും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. AAY കാർഡ് ഉടമകൾക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണം ജില്ലയിലെ റേഷൻ കടകളിൽ നടന്നുവരുന്നു. ഓഗസ്റ്റ് 25-ന് മുൻപായി കിറ്റുകൾ കൈപ്പറ്റണമെന്ന് സപ്ലൈ ഓഫീസർ അറിയിച്ചു. 15 സാധനങ്ങളാണ് കിറ്റിലുള്ളത്. ഓണത്തോടനുബന്ധിച്ച് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണം ജില്ലയിലെ റേഷൻ കടകളിൽ നടന്നുവരുന്നു. 34,054 കിറ്റുകളാണ് വിവിധ താലൂക്കുകളിലെ റേഷൻ കടകളിൽ എത്തിച്ചത്. 15 സാധനങ്ങളാണ് കിറ്റിലുള്ളത്. പഞ്ചസാര 1 കിലോ, വെളിച്ചെണ്ണ 1 ലിറ്റർ, തുവരപ്പരിപ്പ് 250 ഗ്രാം, ചെറുപയർ പരിപ്പ് 250 ഗ്രാം, വൻപയർ 250 ഗ്രാം, കടല 500 ഗ്രാം, മിൽമ നെയ്യ് 100 മില്ലി, ശബരി പായസക്കൂട്ട് 40 ഗ്രാം, ശബരി ഗോൾഡ് ടീ 250 ഗ്രാം, ശബരി പായസ
രസം മിക്സ് 200 ഗ്രാം, ശബരി സാമ്പാർ പൊടി 100 ഗ്രാം, ശബരി മുളകുപൊടി 100 ഗ്രാം, ശബരി മഞ്ഞൾപ്പൊടി 100 ഗ്രാം, ശബരി മല്ലിപ്പൊടി 100 ഗ്രാം, ശബരി ഉപ്പ് 1 കിലോ എന്നിങ്ങനെയാണ് സാധനങ്ങൾ. ഈ മാസം 25-ന് മുൻപായി ഓണക്കിറ്റുകൾ മഞ്ഞക്കാർഡ് ഉടമകൾ കൈപ്പറ്റണമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഓണാഘോഷ നിറവിൽ ജില്ലയിലെ സ്കൂളുകൾ. പൂക്കളം തീർത്തും ഓണക്കളികളിൽ പങ്കെടുത്തും ഓണസദ്യ ഉണ്ടും കുട്ടികൾ ആഘോഷങ്ങളിൽ നിറപങ്കാളിത്തമായി. ജില്ലയിലെ സ്കൂളുകളിൽ അടിപൊളിയായി ഓണാഘോഷം. യൂണിഫോം ഒഴിവാക്കി ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് കുട്ടികൾ സ്കൂളുകളിൽ എത്തിയത്. പൂക്കളവും മാവേലിയും സദ്യയുമൊക്കെയായി ഓരോ സ്കൂളിലും ആഘോഷം പൊടിപൊടിച്ചു. കാഞ്ഞിരപ്പള്ളി AK-JM സ്കൂളിൽ ഈ വർഷത്തെ ഓണാഘോഷം വിപുലമായി കൊണ്ടാടി. സ്കൂൾ മാനേജർ ഫാദർ പീറ്റർ മുല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റിട്ടയേർഡ് UC കോളേജ് പ്രൊഫസറും എഴുത്തുകാരിയും വാഗ്മിയുമായ മ്യൂസ് മേരി മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ അഗസ്റ്റിൻ പീടികമല, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഇമ്മാനുവൽ മാത്യു, PTA പ്രസിഡന്റ് ശ്രീകാന്ത് S. ബാബു, MPTA പ്രസിഡന്റ് മാനില PS എന്നിവർ പ്രസംഗിച്ചു. മാവേലിയുടെ ആഗമനവും പുലികളിയും ഓണപ്പാട്ടുകളും വടംവലിയും ആഘോഷത്തിന് മാറ്റേകി. പായസ വിതരണത്തോടെയാണ് ഓണാഘോഷം സമാപിച്ചത്. തമ്പലക്കാട് NSS UP സ്കൂളിലെ ഓണാഘോഷത്തിൽ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 23, 24, 3 വാർഡുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഓണാഘോഷവേദിയിൽ ആദരിക്കുകയും അവർക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വാർഡ് മെമ്പർ അമ്പിളി ഉണ്ണികൃഷ്ണൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. മഹാബലി വേഷം, അത്തപ്പൂക്കളം, ഓണസദ്യ എന്നിവയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. സ്കൂൾ മാനേജർ പ്രദീപ് ശങ്കരമംഗലം, പ്രധാന അധ്യാപിക ലേഖാജി നായർ, PTA പ്രസിഡന്റ് ഹരീന്ദ്രൻ നമ്പൂതിരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് മാർച്ച് നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വ്യാപകമായിട്ടാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയ സർക്കാർ ഉത്തരവ് പിൻവലിക്കുക, സഹകരണ ജീവനക്കാരുടെ ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിച്ചത്. കളക്ടറേറ്റിൽ മുമ്പിൽ പ്രകടനം സമാപിച്ചതിനെ തുടർന്ന് നടന്ന ധർണ CPM കോട്ടയം ജില്ലാ സെക്രട്ടറിയും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ TR രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. പ്രായമായവരുടെ പെൻഷനും ഭിന്നശേഷിക്കാരുടെ പെൻഷനും കിടപ്പ് രോഗികളുടെ പെൻഷനും തകർക്കുകയും അവരുടെ പ്രത്യാശയെ നിരാശപ്പെടുത്തുന്നതുമാണ് മുഖ്യമന്ത്രി VD സതീശന്റെ ശ്രമമെന്ന് അദ്ദേഹം പറഞ്ഞു. 36 വർഷക്കാലം ഈ കേരളത്തിലെ ദുർബലരായ ജനവിഭാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ആനുകൂല്യമാണ്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള VD സതീശൻ്റെ UDF ഗവൺമെൻറ് ഇപ്പോൾ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ തുടക്കമാണ് പെൻഷൻ സഹകരണ വകുപ്പിൽ നിന്നങ്ങ് മാറ്റുകയാണ്, സഹകരണ ബാങ്കുകളിൽ നിന്ന് മാറ്റുകയാണ്. അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പെൻഷൻ എത്തിക്കും. നേരത്തെയും ഇങ്ങനെയൊരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നും മാറ്റുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിച്ചതിൻ്റെ കാരണം അന്ന് അങ്ങനെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമായി പെൻഷൻ നൽകപ്പെട്ട സന്ദർഭത്തിൽ ഉയർന്നു വന്ന ഒട്ടേറെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് ആവട്ടെ പെൻഷൻ വാങ്ങുന്നവർക്ക് ഒന്നുകിൽ ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങാം, അല്ലെങ്കിൽ നേരിട്ട് വാങ്ങാം. ഒരു ഓപ്ഷൻ അവർക്ക് നൽകി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് പെൻഷൻ. ഒരു 70-75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ പെൻഷൻ പറ്റുന്ന പലരും യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ളവരാണ്, വിവിധ തരത്തിലുള്ള രോഗങ്ങളാൽ ക്ലേശം അനുഭവിക്കുന്നവരാണ്, പലരും കിടപ്പ് രോഗികളാവും. അതുകൊണ്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ബാങ്കുകളിലെത്തി ഈ പെൻഷൻ വാങ്ങുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തന്നെയുമല്ല, അവർ നാഷണലൈസ്ഡ് ബാങ്കുകളുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഇപ്പോൾ അത് പതുക്കെ മാറ്റാൻ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ട്രഷറി അക്കൗണ്ട് പോലും ന്യൂജൻ ബാങ്കുകളിലേക്ക് മാറ്റണം എന്നാണ് VD സതീശൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം.
KCEU കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലേഖ അധ്യക്ഷനായിരുന്നു. സംഘടന കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് KC അനിൽകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ജില്ലാ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വന്ദേ മാതരം വിഭജന ചിന്തകളെ എതിർക്കാൻ വേണ്ടിയെന്ന് മുൻ കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ. കോട്ടയത്ത് BJP വെസ്റ്റ് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വന്ദേ മാതരം സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP കോട്ടയം വെസ്റ്റ് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വന്ദേ മാതരം സംഗമം നടത്തി. ബംഗാൾ വിഭജന കാലത്ത് ദേശീയ ഐക്യത്തിന്റെ പ്രതീകമായിരുന്നു വന്ദേ മാതരം ഗീതമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത് മുൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. 1905 കോൺഗ്രസ് വന്ദേമാതര ഗീതത്തെ അവരുടെ രാഷ്ട്രീയ ഗീതമായി പ്രഖ്യാപിച്ചതാണെന്നും എന്നാൽ കോൺഗ്രസ് അധികാര രാഷ്ട്രീയത്തിലേക്ക് രാജ്യത്തെ വലിച്ചിഴക്കുകയെന്നും മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങിയും 1935 ഒരു പ്രമേയത്തിൽ കൂടി ഗീതത്തിന്റെ ആദ്യ വരികൾ മാത്രം ആലോപിച്ചാൽ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഭജനത്തിന് മുമ്പുണ്ടായിരുന്ന വന്ദേ മാതരം പാടണമെന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് അതുകൊണ്ട് തന്നെയാണ്. അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. അത് ജനങ്ങൾ നൽകിയ ദൗത്യമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇനി ഈ ഭാരതം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത, അഖണ്ഡ ഭാരതത്തിന്റെ ചിന്ത, അതെന്നും വേദനയായിട്ട് ഒരു സ്വപ്നമായിട്ട് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവരുടെ ആഗ്രഹമാണ് ഇനിയുള്ള ഭാരതം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കുവാനുള്ളത്, വിഭജിക്കുന്നതിന് മുമ്പ് വന്ദേ മാതരം നമ്മളെ ഒറ്റക്കെട്ടായിട്ട് ഒറ്റ ചരടില് ഒരമ്മയുടെ മക്കളായിട്ട് നമുക്ക് ആ അമ്മയ്ക്ക് വേണ്ടി പടപൊരുതുവാൻ സാധിച്ചുവെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഇനിയുള്ള കാലഘട്ടത്തിലും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മഹിളാ മോർച്ച വെസ്റ്റ് ജില്ലാ അധ്യക്ഷ ഉഷ സുരേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വന്ദേമാതര ഗീതം മുഴുവനായി ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കണ്ണൂർ മാലൂരിൽ ആരോ വെച്ച പന്നിക്കണിയിൽ പുലി കുടുങ്ങി ചത്തതിന്റെ പേരിൽ കർഷകനെ പ്രതിയാക്കി കേസെടുക്കാനുള്ള വനം വകുപ്പിന്റെ തീരുമാനം അനീതിയെന്ന് സജി മഞ്ഞക്കടമ്പിൽ. വന്യജീവികളുടെ ഭീഷണി ഉണ്ടാകാതെ തടയാൻ ശ്രമിക്കാത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയാണ് പ്രതിയാക്കേണ്ടതെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. കണ്ണൂർ മാലൂരിൽ ആരോ വെച്ച പന്നിക്കണിയിൽ കുടുങ്ങി പുലി ചത്തതുമായി ബന്ധപ്പെട്ട് കൃഷിക്കാരെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല. അത് പിൻവലിക്കണം എന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും അല്ലെങ്കിൽ ഭീഷണി ഉണ്ടാക്കുന്നത് തടയുവാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവിടുത്തെ ഫോറസ്റ്റ് വകുപ്പിനും ഉദ്യോഗസ്ഥർക്കുമാണ്. അവർ അത് ചെയ്യാത്തത് മൂലമാണ് ഈ പുലി പോലുള്ള ആന പോലുള്ള മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരെ കൊല്ലുന്നത്. നമുക്കറിയാം, ഈ അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ആ പുലി ഏതെങ്കിലും അല്ലെങ്കിൽ മനുഷ്യരെ കൊന്നായിരുന്നുവെങ്കിൽ ആരതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമായിരുന്നു? അതുകൊണ്ട് അടിയന്തരമായി സംസ്ഥാന ഗവൺമെൻറ് ഈ കേസ് പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാർ കോട്ടയത്ത് മാർച്ചും ധർണയും നടത്തി. സിവിൽ സർവീസിനെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടു. സംസ്ഥാന ജീവനക്കാർ ജില്ലാ മാർച്ചും ധർണയും നടത്തി. സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക, 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ഇടക്കാലാശ്വാസം അനുവദിക്കുക, PFRDA നിയമം പിൻവലിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിച്ച് ഉത്തരവ് നടപ്പിലാക്കുക, ലേബർ കോഡുകൾ പിൻവലിക്കുക, അന്യായ സ്ഥലം മാറ്റങ്ങൾ റദ്ദ് ചെയ്യുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാർ മാർച്ചും ധർണയും നടത്തി. കോട്ടയം ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് തിരുനക്കര ബസ് സ്റ്റാൻഡ് മൈതാനത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CV സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. T ഷാജി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തോടനുബന്ധിച്ച് ദേവസ്വം നിർമ്മിച്ച ശ്രീ മഹാദേവ തപോവൻ ഓഡിറ്റോറിയം സമർപ്പിച്ചു. ദേവസ്വം പ്രസിഡന്റ് മനോജ് B നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഓഡിറ്റോറിയത്തിന്റെ ശില്പികൾക്ക് ആദരം, കടപ്പാട്ടൂരപ്പൻ സ്കോളർഷിപ്പ് വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. വിവാഹ ആധ്യാത്മിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ 12,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 1000-ലധികം ആളുകൾക്ക് ഒരേ സമയം ചടങ്ങുകളിൽ പങ്കെടുക്കാവുന്ന സൗകര്യങ്ങളോടെയാണ് ഓഡിറ്റോറിയം പണിതിരിക്കുന്നത്. ഓണത്തിന് നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന
സപ്ലൈകോയുടെ ഓണം ഫെയർ പാലായിൽ മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓണസദ്യക്കുള്ള വിഭവങ്ങളുടെ 4 തരം സ്പെഷ്യൽ കിറ്റുകളും നിരവധിയായ ഓഫറുകളോടെ വിവിധ ഗൃഹോപകരണങ്ങളും ഭക്ഷ്യവസ്തുക്കളും സപ്ലൈകോ ഓണം ഫെയറിന്റെ ഇത്തവണത്തെ പ്രത്യേകതയാണ്. കടയിലേക്ക് കയറിയപ്പോൾ മനസ്സിനൊരു സംതൃപ്തി തോന്നി. കാരണം എല്ലാ ഷോളുകളും നിറഞ്ഞിരിക്കുകയാണ്. ഇഷ്ടം പോലെ സാധനം വന്നിട്ടുണ്ട്. പാലക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷത്തിന് ഒരു കുറവും വരരുത്, ന്യായവിലയ്ക്ക് സാധനങ്ങൾ കിട്ടാനുള്ള സംവിധാനം സപ്ലൈകോ ചെയ്തിരിക്കുന്നു. പാലക്കാട് മാത്രമല്ല, കേരളത്തിലുടനീളം സപ്ലൈകോ വലിയ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. തീർച്ചയായും ജനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും തിരുവോണത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുപ്പള്ളിയിൽ ഹെറിറ്റേജ് കൾച്ചറൽ സെന്റർ വരുന്നു. പുതുപ്പള്ളിയുടെ ചരിത്രവും പൈതൃകവും സംരക്ഷിക്കും. ഓണനാളുകളിൽ നാട്. മഞ്ഞക്കാർഡുടമകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം തുടങ്ങി. ഓണാഘോഷ നിറവിൽ സ്കൂളുകൾ. KCEU കോട്ടയത്ത് ജോയിന്റ് രജിസ്ട്രാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ക്ഷേമ പെൻഷൻ വിതരണത്തിന് സഹകരണ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. വന്ദേമാതരം വിഭജന ചിന്തകളെ എതിർക്കാനെന്ന് മുൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ബംഗാൾ വിഭജന കാലത്ത് വന്ദേമാതരം ദേശീയ ഐക്യത്തിന്റെ പ്രതീകം. കോട്ടയത്ത് വന്ദേമാതരം സംഗമം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.